നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഏക നിർദ്ദേശവുമായി കോട്ടയം നഗരസഭയുടെ ബജറ്റ്. നഗരസഭയിലെ ആശാവർക്കർമാർക്ക് 2000 രൂപ ഇൻസെന്റീവ് നൽകും. ഭരണസമിതിയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വൈസ് ചെയർമാന്റെ ബജറ്റ് അവതരണം. ആശാവർക്കർമാരുടെ സമരത്തിന് വിവിധയിടങ്ങളിൽ പിന്തുണയുമായി കോൺഗ്രസ്. ലഹരി വ്യാപനം തടയണമെന്നും ആവശ്യം. മണർകാട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. ഇൻഫാം കാർഷിക മേഖലയുടെ മുഖഛായ മാറ്റിയെന്ന ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ അസംബ്ലി ചേർന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ കണ്ണിചേർന്ന CPM. കോട്ടയം ജില്ലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭയിലെ ആശാവർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ ഇൻസെന്റീവ് നൽകണമെന്ന ഏക നിർദ്ദേശവുമായി കോട്ടയം നഗരസഭയുടെ ബജറ്റ്. നഗരസഭയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് വൈസ് ചെയർമാൻ B. ഗോപകുമാർ ബജറ്റ് അവതരിപ്പിച്ചത്. കോട്ടയം നഗരസഭയിലെ ആശാവർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ ഇൻസെന്റീവ് കൊടുക്കാൻ നിർദ്ദേശിച്ച് നഗരസഭയുടെ ബഡ്ജറ്റ്. ഈ ഒരു നിർദ്ദേശം മാത്രമാണ് ബജറ്റിലുള്ളത്. 210,73,31,000 രൂപ വരവും 155,95,10,812 രൂപ ചെലവുമുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ B. ഗോപകുമാർ അവതരിപ്പിച്ചത്. ബജറ്റ് അവതരണത്തിനിടെ ഭരണപക്ഷത്തെ വിമർശിക്കുകയും ചെയ്തു വൈസ് ചെയർമാൻ. സഹായങ്ങൾ ലഭിച്ചിട്ടും വമ്പൻ പദ്ധതികൾ നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും കഴിഞ്ഞുപോയത് പാഴായ 4 വർഷങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. അപമാന ഭാരത്തോടെയാണ് താൻ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നും B. ഗോപകുമാർ കൂട്ടിച്ചേർത്തു. ആകെ വരവ് 130,47,47,682 രൂപയും ആകെ ചിലവ് 87,38,39,233 രൂപയും ഇടിച്ച് 42,69,3449 രൂപ ബാക്കി. ബജറ്റിന്മേലുള്ള ചർച്ച ഈ മാസം 29-ന് നടക്കും. ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരി വ്യാപനത്തിനെതിരെയും അംഗനവാടി ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് മണർകാട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച മാർച്ച് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. മണർകാട് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച്. ലഹരി വ്യാപനത്തിനെതിരെയും അംഗൻവാടി ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് മണർകാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡ്രഗ്സിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റിയതിൽ സർക്കാരിന് വലിയ ഈ സർക്കാരിന് വലിയ പങ്കുണ്ട്. ആദ്യത്തെ 5 വർഷം കൊണ്ട് ലിക്കറിനെ സെന്ററാക്കി. ലിക്കറിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടുത്തെ ബാറുകളെല്ലാം ഇപ്പം 5 മണിക്ക് എത്തിക്കാന്ന് പറയും. 5 മണിക്ക് വടിവാളുമായിട്ട് ആൾക്കാർ സേവനം ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഒടുക്കുവാനും അതേപോലെ ആരെങ്കിലും പ്രതികരിച്ചാൽ അടിക്കാനും ഒരേ സമയം ബാറുകൾ. പിന്നെ ബാറുകളുടെ ഓൺ ലാൻഡായി ഇന്ന് കേരളം മാറിയിരിക്കും. 27 ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണ്ഡലം പ്രസിഡന്റ് ബിനു പാതയിൽ അധ്യക്ഷത വഹിച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം കൺവീനർ കുഞ്ഞ് പുതുശ്ശേരി, INTUC സംസ്ഥാന സെക്രട്ടറി അനിയൻ മാത്യു, ബ്ലോക്ക് പ്രസിഡന്റുമാരായ KB ഗിരീശൻ, KK രാജു, DCC സെക്രട്ടറി ബാബു K കോര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജി മണർകാട്, മറിയാമ്മ തോമസ്, BV സുരേഖ, ഷാനി പാറയിൽ, സഖറിയ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ TP തോമസ്, KK തോമസ്, ജോബ് കുര്യാക്കോസ്, സാബു ചെറിയാൻ, ജോർജി C ജോൺ, ഗ്രേസി കരിമ്പന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മണർകാട്. ഇൻഫാം കാർഷിക മേഖലയുടെ മുഖഛായ മാറ്റിയെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ അസംബ്ലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ അസംബ്ലി പാറത്തോട്ടിൽ നടന്നു. കാർഷിക മേഖലയുടെ മുഖഛായ മാറ്റിയ പ്രസ്ഥാനമാണ് ഇൻഫാം എന്ന് ജില്ലാ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. കർഷകന്റെയും കാർഷിക മേഖലയുടെയും അന്തസ്സും അഭിമാനവും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉയർത്തുവാൻ ഇൻഫാമിന് കഴിഞ്ഞുവെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണപ്ലാക്കൽ പറഞ്ഞു. വികേന്ദ്രീകൃത വികസന പദ്ധതികളിലൂടെ കർഷകനെയും കാർഷിക മേഖലയും ശാക്തീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി
ഇൻഫാം മുന്നോട്ടു പോകുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. പക്ഷെ വേദനിക്കുന്ന ജനത്തെ നെഞ്ചോട് ചേർത്താൽ ഇരുന്നാൽ മാത്രം പോരാ, പ്രവൃത്തിയിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. നിങ്ങളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ താലൂക്കിൽ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിലകൊള്ളാൻ പാടില്ല. നമ്മുടെ കാർഷിക താലൂക്കുകളെ ശക്തിപ്പെടുത്തണമെന്നാണ് നമ്മുടെ വികേന്ദ്രീകൃത വികസനത്തിന് ഉദ്ദേശിക്കുന്നത്. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്ത്രവേലിൽ അധ്യക്ഷനായി. കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പട്രക്കാലായിൽ, ഫാദർ ആൽബിൻ പുൽത്തകടിയേൽ, ഫാദർ ജിൻസ് കിഴക്കേൽ, ദേശീയ ട്രഷറർ ജെയ്സൺ ജോസഫ് ചെമ്പ്ലായിൽ, ഇൻഫാം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ PV മാത്യു പ്ലാത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക ജില്ലാ അസംബ്ലിയിൽ അണക്കര, കുമളി, മുണ്ടിയരുമ, ഉപ്പുതറ, പെരുവന്താനം, കട്ടപ്പന, മുണ്ടക്കയം, എരുമേലി, വെളിച്ചിയാനി, കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, റാന്നി, പത്തനംതിട്ട കാർഷിക ജില്ലകളുടെ റിപ്പോർട്ട് അവതരണവും, കാർഷിക താലൂക്കുകളിൽ ഇൻഫാം സംഘടനയുടെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള അവതരണവും, വരും വർഷം കാർഷിക താലൂക്കുകൾ കർഷകർക്കായി വിഭാവനം ചെയ്യുന്ന ക്ഷേമ പദ്ധതികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിനിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ ശുചീകരണ പ്രവർത്തനം തുടങ്ങി. അയർക്കുന്നം ഏരിയ തല ഉദ്ഘാടനം മണർകാട്ട് ഐരേറ്റ് നടയിൽ നടന്നു. കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചു. ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം 31 വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നീണ്ടുനിൽക്കും. പൊതുയിടങ്ങളിലെ മാലിന്യം നീക്കി വൃത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി അയർക്കുന്നം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചിത്വയജ്ഞം സംഘടിപ്പിച്ചു. മണർകാട് ഐരാറ്റുനടയിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PN ബിനു, ജില്ലാ കമ്മിറ്റി അംഗം ജെയ്സി തോമസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PK മോനപ്പൻ, N അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൃത്തിയാക്കിയ സ്ഥലത്ത് മരത്തൈകളും ചെടികളും നട്ടുപിടിപ്പിച്ചു. ജില്ലയിൽ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശുചീകരണവുമായി തുടർന്നുള്ള ദിവസങ്ങളിലും പ്രവർത്തകരിറങ്ങും. മഴക്കാലം തുടങ്ങുന്നതിനു മുൻപേ നാടാകെ വൃത്തിയാക്കാൻ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ബൃഹത്തായ പരിപാടിയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോട്ടയം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി അധ്യാപകരുടെ ശമ്പളം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കോട്ടയത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ നടന്നു. നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിന്റെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിച്ചു. ഇതിൻ്റെ പഠിക്കൽ സമരം ചെയ്യുന്ന നമ്മുടെ ആശാവർക്കേഴ്സിന് പിന്തുണ കൊടുക്കുന്ന ഒരു നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റിക്കകത്തും പുറത്തുമുള്ള ആളുകൾ, ഇതിൻ്റെ ഭാരവാഹികൾ, ഇതിൻ്റെ ചെയർപേഴ്സൺ, കൗൺസിലേഴ്സ്, ഇവരെല്ലാം ഈ ആശാവർക്കേഴ്സിൻ്റെ, അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ എല്ലാം സമരത്തിനോടൊപ്പം നിൽക്കുകയാണ്. പക്ഷേ ഈ സമരത്തെ എതിർക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവർക്ക് നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ആ താല്പര്യം വെച്ചുകൊണ്ടാണ് ഈ പാവങ്ങളായ ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കേഴ്സിൻ്റെ മേൽ ഇവർ നടത്തിയിട്ടുള്ള ദുഷ്പ്രചരണം ഈ നാട്ടിലെ ബഹുജനങ്ങളെല്ലാം ഇതിനോടൊക്കെ തന്നെ ശ്രമിച്ചിട്ടുള്ളതാണ്. സനൽ കാണക്കാരി അധ്യക്ഷനായി. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. MP സന്തോഷ് കുമാർ, സാബു മാത്യു, മോഹൻ K നായർ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ M ജയചന്ദ്രൻ, സിബി ജോൺ, ഗൗരി ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആശമാർക്കുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപന സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് വിജയപുരം കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഐക്യദാർഢ്യ സമരം ചേർന്നു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് വിജയപുരം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയപുരം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ഐക്യദാർഢ്യ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെ പ്രവർത്തകരും വാർഡ് മെമ്പർമാരും ആശാവർക്കർമാരും ഐക്യദാർഢ്യ സദസ്സിൽ പങ്കുചേർന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് VV തോമസ് അധ്യക്ഷത വഹിച്ച ഐക്യദാർഢ്യ സമരം കോൺഗ്രസ് വെസ്റ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാം സൈമൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിശ്വസ്തമായ സേവനമനുഷ്ഠിച്ച ലോക പ്രസിദ്ധി നേടിയ ഈ ആശാവർക്കർമാർ ഇന്ന് വെറും 7,000 രൂപയ്ക്ക് പോലും ശമ്പളം കൊടുക്കാതെ, വേതനം കൊടുക്കാതെ, തൊഴിലാളി എന്ന പരിഗണന പോലും കൊടുക്കാതെ ഈ കേരള സർക്കാർ ഇന്ന് അവഗണിച്ചിരിക്കുന്നു. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അവർക്കൊരു കുടുംബമില്ലേ? അവർക്ക് കുട്ടികളില്ലേ?
അവരുടെ കുടുംബത്തിലെയും അടുക്കളയിൽ പൊങ്ങണം. അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കണം. അവർ 24 മണിക്കൂറും കർമ്മരംഗത്ത് നിൽക്കുന്ന ആശാവർക്കർമാർ, അതുപോലെ അംഗൻവാടി ടീച്ചർമാർ, അങ്ങനെ സ്ത്രീകൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന്റെ പരമ്പരകളാണ്. ഇവിടെ സർക്കാരിന്റെ പ്രവർത്തനം എന്താണ്? ഇന്ന് മാഫിയമാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അനുബന്ധിച്ചിരിക്കുന്നു. സിസി ബോബി, ലിബി മുളന്താനത്ത്, ഷിബു എഴേപ്പുഞ്ചിയിൽ, ജോസ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആശാവർക്കർമാർക്ക് പിന്തുണയുമായി കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലാ മുനിസിപ്പൽ ഓഫീസ് പടിക്കൽ ധർണ നടത്തി. കഴിഞ്ഞ 1.5 മാസക്കാലമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കും കഴിഞ്ഞ 10 ദിവസമായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലാ മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ പാലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ടോമി കലാനി സമരം ഉദ്ഘാടനം ചെയ്തു. കേവലം 7000 രൂപയ്ക്ക് ദിവസം 240 രൂപയ്ക്ക് വേതനം കൈപ്പറ്റിക്കൊണ്ടാണ് നമ്മുടെ ആശാവർക്കർമാർ ഇന്ന് വലിയ സേവനം സമൂഹത്തിന് നൽകുന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിത ചെലവുകളിടയിൽ 240 രൂപയ്ക്ക് ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കറിയാമെങ്കിലും നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ അംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്കും മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും ആശാവർക്കർമാരുടെ സമരത്തെ വളരെ നിന്ദ്യമായ ഭാഷയിൽ, നീചമായ ഭാഷയിൽ അപകസിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർ പ്രസ്താവനകൾ ഇറക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് തോമസ് വട്ടി നെച്ചിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ സതീഷ് ചുള്ളാനി, സാബു എബ്രഹാം, ഷോജി ഗോപി, സന്തോഷ് മണർകാട്, BC പ്രിൻസ്, മായ രാഹുൽ, ആനി ബിജോയ്, ലിസുകുട്ടി മാത്യു തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പൊൻകുന്നം CMS LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ കുരുന്നുകളുടെ രചനകൾ വർണ്ണക്കൂട്ട് കൈമാറി. പൊൻകുന്നം ജനകീയ വായനശാലയ്ക്കാണ് രചനകൾ നൽകിയത്. ആശാവർക്കർമാർക്ക് ആശ്വാസവുമായി മുത്തോലി ഗ്രാമപഞ്ചായത്ത്. 7000 രൂപ പ്രതിമാസം അധിക വേതനം നൽകാൻ BJP ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ബജറ്റിൽ പ്രഖ്യാപനം. ആശാപ്രവർത്തകർക്ക് പ്രതിമാസം 7000 രൂപ അധികമായി നൽകാൻ BJP ഭരിക്കുന്ന പാലാ മുത്തോലി പഞ്ചായത്തിലെ തീരുമാനം. പഞ്ചായത്തിന്റെ 2025-26 ബജറ്റിലാണ് നിർണായക പ്രഖ്യാപനം ഉണ്ടായത്. സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ ആനുകൂല്യം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു എന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് G മീനാഭവൻ അറിയിച്ചു. ആശാവർക്കർമാർക്ക് മാത്രമായി ബജറ്റിൽ മാറ്റിവെച്ചത് 12 ലക്ഷം രൂപയാണ്. ഒരു വർഷം ആശാപ്രവർത്തകർക്ക് അധികമായി ലഭിക്കുന്ന 84,000 രൂപയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരണത്തിൽ ആശാവർക്കർമാർക്ക് 12 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഒരു ആശാവർക്കറിന് ഒരു വർഷം ഏതാണ്ട് 84,000 രൂപയാണ് നൽകാൻ ബഡ്ജറ്റിൽ വക കുറിച്ചിരിക്കുന്നത്. കാരണം പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം. അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. വൈസ് പ്രസിഡന്റ് ജയ രാജു ബജറ്റ് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജൻ മണ്ഡമറ്റം, പുഷ്പചന്ദ്രൻ, ഫിലോമിന ഫിലിപ്പ്, മെമ്പർമാരായ ടോമി, ജിജി, NK ശശികുമാർ, CS ബിജു, ഷീബാറാണി, ആര്യ സബിൻ, MB ശ്രീജയ, ഇമ്മാനുവൽ പനക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. നിറമുള്ള ഓർമ്മകൾ സമ്മാനിച്ച് അധ്യാപക വിദ്യാർത്ഥി സംഗമം. പാമ്പാടി KG കോളേജിലാണ് 34 വർഷം മുൻപ് പിരിഞ്ഞവർ ഒത്തുചേർന്നത്. നിറമുള്ള ഓർമ്മയായി പാമ്പാടി KG കോളേജിലെ അധ്യാപക വിദ്യാർത്ഥി സംഗമം. 1989-91 വർഷത്തെ കൊമേഴ്സ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ കോളേജ് സ്മരണകൾ ഒത്തുചേർന്ന ഓർമ്മയ്ക്കായി എന്ന സ്മരണികയുടെ പ്രകാശനവും മയക്കുമരുന്ന് എന്ന സാമൂഹ്യ വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയായി പ്രതിജ്ഞയും കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ സമർത്ഥർക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ഒത്തുചേരലിൽ നടന്നു. KG's അസോസിയേഷൻ പ്രസിഡന്റ് ഷീബ കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഓർമ്മയ്ക്കായി എന്ന സുവനീറിന്റെ പ്രകാശനം കോളേജ് ഫൗണ്ടർ പ്രിൻസിപ്പൽ പ്രൊഫസർ ടൈറ്റസ് വർക്കി നിർവഹിച്ചു. അസോസിയേഷൻ 10ാം വാർഷിക ഉദ്ഘാടനവും മയക്കുമരുന്നിനെതിരെയുള്ള പ്രതിജ്ഞയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെന്നി P വർഗീസ് നിർവഹിച്ചു. ഡോക്ടർ ഷേർലി കുര്യൻ, ഡോക്ടർ ഷൈല എബ്രഹാം, പ്രൊഫസർ രാജൻ ജോർജ് പണിക്കർ, ഡോക്ടർ തോമസ് ജോൺ, ഡോക്ടർ ഐസക് P എബ്രഹാം, പ്രൊഫസർ VJ മോഹനൻ, പ്രൊഫസർ റേച്ചൽ പുന്നൂസ്, പ്രൊഫസർ VJ മറിയാമ്മ, പ്രൊഫസർ അന്നമ്മ വർഗീസ്, പ്രൊഫസർ R സുമ, KV ജോസഫ്, തോമസ് ബേബി, LC എലിസബത്ത് എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി ബിജു കടവുംഭാഗം, ദീപ്തി MR, ബെന്നസ് തോമസ്, ബിനു V, അജിത എബ്രഹാം, എൽസൺ എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.
രാജ്യത്തിന്റെ ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ നിന്നും യുവജനങ്ങൾ പിന്മാറുകയാണെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറഞ്ഞു. ജനാധിപത്യ ഭദ്രതയെ വർഗീയതയും പണാധിപത്യവും ഹൈജാക്ക് ചെയ്യുമ്പോൾ യുവജനങ്ങളാണ് ഇതിനുള്ള മറുപടി നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ പൊളിറ്റിക്സ് വിഭാഗം സംഘടിപ്പിച്ച നാഷണൽ യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജോസഫ് അധ്യക്ഷനായി. പാർലമെന്റിലെ ചോദ്യോത്തരവേളയും സഭാ നടപടികളും ചർച്ചകളും വോക്കൌട്ടുമെല്ലാം അവതരിപ്പിച്ച പാർലമെന്റ് സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബില്ലും അടിയന്തര പ്രമേയങ്ങളും അവതരിപ്പിച്ചു. പരമപ്രധാനമായ ഒരു കാര്യമാണ് ഭരണനിർവഹണം. ആ ഭരണനിർവഹണത്തിന്റെ കീഴിലാണ് മറ്റെല്ലാം വരുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയ ആണെങ്കിലും മറ്റെല്ലാ എക്സിക്യൂട്ടീവ് ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാ ജുഡീഷ്യൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാ ലാൻഡ് ഓർഡർ ഇഷ്യൂ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണമാണെങ്കിലും എല്ലാ കാര്യങ്ങളും. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കേണ്ട ആ പ്രവർത്തനത്തിൽ വേണ്ടത്ര ഒരു താല്പര്യവും ഭാഗഭാഗിത്വവും ഇടപെടലും നമ്മുടെ യുവതലമുറ കാണിക്കുന്നില്ല എന്ന വലിയൊരു പരാതിയുള്ള ജനപ്രതിനിധിയാണ്. നഷ്ടപ്പെടുത്തലുകൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത അനിവാര്യമാണെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. KCBC പ്രോലൈഫ് സമിതിയുടെ പ്രോലൈഫ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കുടുംബങ്ങളിലെ കെട്ടുറപ്പ് കുറഞ്ഞു പോകുകയാണെന്നും മാരകമായ വിപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ മാതാപിതാക്കളും സമൂഹവും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. KCBC പ്രോലൈഫ് സമിതിയുടെ പ്രോലൈഫ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഗർഭപാത്രത്തിൽ വെച്ച പിഞ്ചു കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നതിനെയാണ് ആദ്യകാലങ്ങളിൽ പ്രോലൈഫ് പ്രവർത്തകർ എതിർത്തിരുന്നതെങ്കിൽ ഇന്ന് ജീവനെ ഹനിക്കുന്ന ശക്തികൾ പിടിമുറുകിയിരിക്കുന്നതിനാൽ പ്രോലൈഫ് പ്രവർത്തകരുടെ ജോലിയും ഉത്തരവാദിത്വവും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. പ്രായവും ജീവിക്കേണ്ട കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ പെരുമാറാൻ. അവരുടെ മനസ്സിനെ ഉൾപ്പെടുത്താതെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുകയും ചെയ്യണം. ലഹരി മാഫിയ ചുറ്റുമുണ്ട് എന്ന ജാഗ്രത മാതാപിതാക്കളിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അച്ഛന്മാരിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. സമർപ്പിതരിലും ഉണ്ടാകേണ്ടതുണ്ട്. അച്ഛന്മാരുടെ ഹൃദയം ഇടവകയിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ ഒരുപാട് പരിധിയോട് നമുക്ക് മറ്റെടുക്കാൻ പറ്റും. KCBC പ്രോലൈഫ് സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ചടങ്ങിന് അധ്യക്ഷനായി. പാലാരൂപത ഫാമിലി അപ്പസ്തോലിക് ഡയറക്ടർ റവൻ ഫാദർ ജോസഫ് നരിതുകിൽ, KCBC പ്രോലൈഫ് ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, ജെയിംസ് ആഴ്ചങ്ങാടൻ, ജോൺസൺ ചൂര്യപ്പറമ്പിൽ, സാബു ജോസഫ്, ജസ്റ്റിൻ ജോ എന്നിവർ പ്രസംഗിച്ചു. ജീവന്റെ സമഗ്ര സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഫാദർ ജോസ് കോട്ടയിൽ, ഡോക്ടർ കുര്യൻ മറ്റം, ജെയ്സ് മുക്കടം, സിസ്റ്റർ വാനജ CMS, സന്തോഷ് ആൻമീനി മരിയസദനം, കുരവനാൽ പുന്നോലിൽ ടോമി, അമ്പിളി എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ഏപ്രിൽ മാസം 7-ാം തീയതി ആരംഭിക്കുന്ന ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, വെബ് ഡിസൈൻ, ഫോട്ടോഷോപ്പ്, പൈതൺ പ്രോഗ്രാമിംഗ്, ടാലി എന്നീ അവധിക്കാല കോഴ്സുകളിലേക്ക് SSLC, +2, ഡിഗ്രി ഫലം കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാം. 7ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ജൂനിയർ പ്രോഗ്രാമർ കോഴ്സ് ഇൻ പൈതൺ, ഫോട്ടോഷോപ്പ് എന്നീ കോഴ്സുകൾക്കും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 7510297507. ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ കേരളയിലെ ICMR റിസർച്ച് പ്രോജക്റ്റിലേക്ക് റിസർച്ച് സയന്റിസ്റ്റ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നിവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് ബിരുദവും 3 വർഷ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 40 വയസ്സ്. ഏപ്രിൽ 10 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് www.shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 047123232223. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏക നിർദ്ദേശവുമായി കോട്ടയം നഗരസഭയുടെ ബജറ്റ്. നഗരസഭയിലെ ആശാവർക്കർമാർക്ക് 2000 രൂപ ഇൻസെന്റീവ് നൽകും. ഭരണസമിതിയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വൈസ് ചെയർമാന്റെ ബജറ്റ് അവതരണം. ആശാവർക്കർമാരുടെ സമരത്തിന് വിവിധയിടങ്ങളിൽ പിന്തുണയുമായി കോൺഗ്രസ്. ലഹരി വ്യാപനം തടയണമെന്നും ആവശ്യം. മണർകാട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. ഇൻഫാം കാർഷിക മേഖലയുടെ മുഖഛായ മാറ്റിയെന്ന ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ അസംബ്ലി ചേർന്നു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ കണ്ണിചേർന്ന് CPM. കോട്ടയം ജില്ലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.